ഹാഷ്ടാഗ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ പണ്ടത്തിനോട്ട് FYP, ഓക്കെ. ഫോർ യു ഇതൊന്നും യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹാഷ്ടാഗ്സ് നമ്മുടെ റീച്ചിനെ ശരിക്കും ബാധിക്കും. നിങ്ങൾ ടോപ്പിക്കുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ഇപ്പം ഇന്റർവ്യൂ ചാനലാണ്, ആരാണോ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ ടാഗ് ചെയ്യും, ആളുടെ ഹാഷ്ടാഗ് യൂസ് ചെയ്യും, ആളുടെ ഫാൻസിന്റെ ഹാഷ്ടാഗ് യൂസ് ചെയ്യും. സെയിം തിങ് നിങ്ങളൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിനെ പറ്റിയിട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ടാഗ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹാഷ്ടാഗ് കൊടുക്കുന്നത് നമ്മൾ ക്യാപ്ഷൻസിലാണല്ലോ കൊടുക്കുന്നത്. അതെ, അതെ. ഹാഷ്ടാഗിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എന്താണ് ക്യാപ്ഷനിൽ കൊടുക്കുന്നത്. നിങ്ങൾ ക്യാപ്ഷനിൽ കൊടുക്കുന്ന ആദ്യത്തെ 120 ക്യാരക്ടർ ഉണ്ട്. ദാറ്റ് ഡിറ്റർമിൻസ് നിങ്ങൾക്ക് കമന്റ് എന്തെങ്കിലും വരുമോ. അപ്പം ഓക്കെ. ചുമ്മാ റാൻഡം ആയിട്ട് ഒരു ലവ് ഇമോജി കൊടുക്കുന്നതും ആ ലവ് ഇമോജിക്ക് വരെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നതും നിങ്ങൾക്ക് വരുന്ന കമന്റ്സിലെ ഇന്ററാക്ഷൻസ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മളിപ്പം ക്ലയൻസിന് വേണ്ടി 700 മില്യൺ വ്യൂസ് ക്ലയൻസിന് വേണ്ടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഹാഷ്ടാഗ് യൂസ് ചെയ്യാതെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നത്തിങ് മാറ്റേഴ്സ്. നിങ്ങൾ ഓൾവേസ് ട്രൈ ടു ഗെറ്റ് മോർ ഇന്ററാക്ഷൻ. കമന്റ് സെക്ഷനിൽ എത്രത്തോളം ഇന്ററാക്ഷൻ കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടും.